2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശരിക്കും തൃണമൂലിനെ ഞെട്ടിച്ചിരുന്നു. കാരണം ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ഒക്കെയാണ് BJP നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായൊക്കെ വളരെ സജീവമായി തന്നെ ബംഗാളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു 2-3 ആഴ്ച കാലയളവിലാണ് ശരിക്കും BJPക്ക് ഒരു തിരിച്ചടി സംഭവിച്ചത്. കാരണം മമതാ ബാനർജിയെ ഓവറായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനം പാർട്ടിക്ക് തിരിച്ചടിയായി മാറി. അത് മമതയ്ക്ക് അനുകൂലമായിട്ടൊരു സിമ്പതി വേവ് ഉണ്ടാക്കി. അതുകൂടാതെ തന്നെ ഒരു ബംഗാളി പ്രൈഡ്, ബംഗാളിൻ്റെ പുത്രി എന്നുള്ള രീതിയിൽ ആ ഒരു കാർഡ് തൃണമൂൽ കോൺഗ്രസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. BJPക്ക് നല്ലൊരു ലീഡർ ഇല്ല മമതയെ കൗണ്ടർ ചെയ്യാൻ, ഒരു പാൻ ബംഗാളി ഇമേജ് ഉള്ള ഒരു ലീഡർ ഇല്ല. അതൊക്കെ ന്യൂനതയായി മാറി. പിന്നെ മമത വീണതിന് ശേഷം പ്ലാസ്റ്റർ ഇട്ട്, അതുകൂടാതെ വീൽ ചെയറിൽ സഞ്ചരിച്ചു. ഇതെല്ലാം ബംഗാളികൾക്കിടയിൽ ഒരു സഹതാപ തരംഗം അവർക്ക് അനുകൂലമാക്കി. അതാണ് അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിയാൻ കാരണമായത്. ഒടുവിൽ 38-48 എന്നുള്ളൊരു ഡിഫറൻസിൽ, അതായത് 38% വോട്ട് BJPക്കും 48% വോട്ട് തൃണമൂൽ കോൺഗ്രസിനും ലഭിച്ചു. തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുമായിട്ട് വീണ്ടും അധികാരത്തിൽ വന്നു. പക്ഷേ BJP 77 സീറ്റ് നേടി. ആ ഒരു 3 സീറ്റിൽ നിന്ന് 77 സീറ്റിലെത്താൻ BJPക്ക് സാധിച്ചു. പ്രതിപക്ഷമായി മാറി. അതൊരു വലിയ എഫേർട്ട് തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്.